ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പ്രിൻസസ് കട്ട് ചെയ്ത് വെച്ചിരുന്നു ബ്ലൗസൊക്കെ. അപ്പോൾ ഇത് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും കൂടി ഇട്ടാൽ ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാലും ഒത്തിരി ഡൗട്ട് എന്നോട് ഇത് കഴിയുമ്പോൾ ചോദിക്കാറുണ്ട്. അതെങ്ങനെയായിരുന്നു ഇതെങ്ങനെയായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. അപ്പോൾ അത് അറിയാത്തവരൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടാക്കി തന്നെ ഇടുന്നത് കേട്ടോ. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രണ്ട് പീസിൽ 3 പീസാണല്ലോ വരുന്നത്. ആ 3 പീസിൽ ഞാൻ ആ 3 പീസും എടുത്തിട്ട് സ്റ്റിഫിലേക്കൊന്ന് നല്ല മെറ്റീരിയൽ കേട്ടോ. നല്ല മെറ്റീരിയൽ നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റ് അല്ല, കാരണം നമ്മൾ ലൈനിങ്ങിലാണ് കറക്റ്റ് അളവെടുത്ത് കട്ട് ചെയ്തത്. ഇത് നമ്മൾ ലൈനിങ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തതേ ഉള്ളൂ ആ ഒരു ഷേപ്പിൽ. ആ മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ട് സ്റ്റിഫിലേക്ക് പതിപ്പിച്ചൊന്ന് അയൺ ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസസ് കട്ട് ചിലവർ കപ്പ് വെച്ചിട്ട് ചെയ്യും, ചിലവർക്ക് കപ്പ് വേണ്ട, പാഡ് വേണ്ട. അപ്പോൾ ചിലവർക്ക് അത് ഇഷ്ടമാണ്, ചിലവർക്ക് അത് ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു രീതിയാണെങ്കിൽ ഇത് രണ്ട് പേർക്കും ഒരുപോലെ അങ്ങ് ഇതായി പോയിക്കോളും. കാരണം രണ്ട് പേർക്കും ഇഷ്ടപ്പെടും, വേണ്ടാത്തവർക്കും വേണ്ടുന്നവർക്കും ഒരുപോലെ ഇതങ്ങ് ഇഷ്ടപ്പെട്ട് പോയിക്കോളും. അപ്പോൾ ഇതൊന്ന് നല്ലതാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത് സ്റ്റിഫിലേക്ക് പതിപ്പിച്ച് വെച്ചത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ എല്ലാ ഭാഗങ്ങളും സ്റ്റിഫിൽ നല്ല മെറ്റീരിയൽ പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് മെഷർമെൻറ്റിൽ വെട്ടിയ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് പീസ് ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തായിരുന്നു, സെൻട്രൽ പോർഷൻ തുണി തികയാഞ്ഞതുകൊണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് കാണുക കേട്ടോ, അപ്പോൾ അത് മനസ്സിലാവും. എന്നിട്ട് ഞാനത് 4 ഇഞ്ച് അളവിൽ അതൊന്ന് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ്ങിൽ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, അകത്ത് പോകുമെന്ന് ഞാനത് പറഞ്ഞായിരുന്നു. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അത് കാണുമ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇത് മനസ്സിലാവുകയെ. എന്നിട്ട് അത് യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ ആ ഫ്രണ്ടിൽ തേച്ച് പിടിപ്പിച്ച ഭാഗത്തോട്ട്, ആ ഒരു ഷേപ്പിലുള്ള ആ ഭാഗത്തോട്ട് ഇതൊന്ന് പതിപ്പിച്ച് ചുറ്റിനും വശം അടിച്ചെടുക്കണം. അപ്പോൾ ഫ്രണ്ടിൽ 3 വശങ്ങളാണ് ഉള്ളത്, ഈ ഒരു സെൻട്രൽ പീസും സൈഡ് 2 വശങ്ങളും. ഇത്രയേ ഉള്ളൂ, കണ്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ നമുക്കിത് തയ്ക്കാനായിട്ട്. പക്ഷെ നമ്മളിത് ശ്രദ്ധിച്ചൊന്ന് ചെയ്യണം എന്ന് മാത്രം, കാരണം ഒരു ടക്ക് പോയിൻ്റൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പം നമ്മളത് ചുറ്റിനും ഒന്ന് പതിപ്പിച്ച് അടിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് ആണ് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്. ബാക്കിയുള്ളത് നമ്മൾ ആ ഒരു ഷേപ്പിൽ എടുത്തതേ ഉള്ളൂ കട്ട് ചെയ്ത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വശങ്ങളൊക്കെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇപ്പോൾ അത് നമ്മൾ കറക്റ്റാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് വശം എടുത്തു. ഇപ്പോൾ ഈ സൈഡ് വശം എടുത്തപ്പോഴേ കട്ട് ചെയ്തപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇതിൻ്റെ താഴെ ഭാഗത്തുണ്ടല്ലോ വശത്ത്, അതായത് നമ്മുടെ സൈഡ് 2 വശവും വരില്ലേ, അവിടെ വെച്ചിട്ട് 1 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് കോണിച്ചിങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ സൈഡ് 2 വശം, അതായത് നമ്മുടെ ആ ലെങ്ത്ത് എടുത്തിരിക്കുന്ന സൈഡ് 2 വശം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ തൂങ്ങി ഇറങ്ങാതിരിക്കാനാണ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയത് കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മൾ അവസാനം തയ്ച്ച് വരുമ്പോഴേ തൂങ്ങി ഇറങ്ങും. അത് ഞാൻ കട്ട് ചെയ്തപ്പോൾ പറയാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ അത് കാണിച്ചു തന്നത്. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ 2 വശങ്ങളും അതുപോലെ തന്നെ ഇതിങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ മാറിയൊന്നും പോകരുത് കേട്ടോ, കാരണം ഒരുപോലെ തന്നെ കിട്ടണം നമുക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചൊക്കെ നമ്മൾ വെക്കണേ. അപ്പോൾ ഈ വശങ്ങൾ നമ്മൾ അതിലേക്ക് പതിപ്പിച്ച് എടുക്കുന്നുണ്ട്. അതായത് ഇത് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ഫ്രണ്ട് പീസിൻ്റെ 3 വശങ്ങൾ നമ്മൾ ലൈനിങ് പീസിലേക്ക് ആദ്യം നമ്മൾ സ്റ്റിഫിലൊന്ന് അയൺ ചെയ്ത് തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ലൈനിങ് വശത്തേക്ക് നമ്മൾ തേച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്, കണ്ടോ. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തിൻ്റെയും വേണ്ടാത്ത ലൈനിങ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. എന്നിട്ട് നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് വെക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ മുകളിലും താഴെയൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ സൈഡൊക്കെ മാറി പോകരുത്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഫ്രണ്ട് പീസിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമല്ലോ. എന്നിട്ട് നമ്മളത് ഒരു 4 ഇഞ്ച് അളവിൽ നമ്മളത് താഴെ വരെ അടിച്ച് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇത് വളരെ ശ്രദ്ധിച്ചൊന്ന് ചെയ്യണം കേട്ടോ, കാരണം ആ ടക്ക് പോയിൻ്റ് അവിടെയൊക്കെ കറക്റ്റ് ലെവലിൽ തന്നെ നമ്മൾ മുകളിൽ നിന്ന് താഴെ വരെ 4 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ആ 4 ഇഞ്ച് മെഷർമെൻറ്റിൽ തന്നെ അറ്റം വരെ പോകണം കേട്ടോ. എന്നാലും നമുക്ക് ആ കട്ട് ചെയ്ത ഫിനിഷിംഗ് ഒക്കെ അവിടെ വരുള്ളൂ. അപ്പം നമ്മൾ കറക്റ്റ് തുണി മേളിലും താഴെയൊന്നും വലിച്ചു പിടിക്കരുത്. വലിച്ചു പിടിച്ചെന്നാൽ അവിടെ ചെറുതായിട്ടൊരു ഇതൊക്കെ വരും, ചരിവും തിരിവൊക്കെ വരും. അപ്പോൾ അത് വരരുത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മളതൊന്ന് തയ്ച്ച് എടുക്കണം. കണ്ടോ, ഇപ്പം നമ്മളത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കതവിടെ ലെവൽ ചെയ്തൊക്കെ കിട്ടി. ഒട്ടും കട്ട് ചെയ്ത് ഒന്നും കളയേണ്ടി വന്നില്ല. കണ്ടോ, കറക്റ്റായിട്ട് കിട്ടി. നമ്മൾ ഈ വലിച്ചൊക്കെ എടുക്കുമ്പോഴാണ് നമുക്കത് അവിടെ നീണ്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ
വലിക്കാതെയൊക്കെ തയ്ച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് പാഡ് വെച്ച് ആ ഒരു ഇതിൽ തന്നെ, എന്നാൽ പാഡ് ഇല്ലതാനും കണ്ടോ, കറക്റ്റായിട്ട് അത് സ്റ്റിഫ് വെച്ചുകൊണ്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് അവിടെ ഭാഗമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ പാഡ് വേണ്ടാത്തവരും വേണ്ടുന്നവരും എന്നാൽ പാഡ് വെച്ച പോലെ തന്നെ ഉണ്ട് താനും. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, നമുക്കത് കറക്റ്റ് നമ്മൾ സാധാ ബ്ലൗസ് ഇടുന്ന ആ ഒരു ഷേപ്പിൽ തന്നെയൊക്കെ ഇരിക്കും. ചിലവർ പ്രിൻസസ് കട്ടൊക്കെ തയ്ച്ച് വരുമ്പോഴത്തേക്കും പതിഞ്ഞൊക്കെ അങ്ങ് പോകും, ഷേപ്പൊന്നും കിട്ടത്തില്ല. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പൊക്കെ തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, അല്ലാത്തവർ സ്റ്റിഫ് ഉപയോഗിക്കേണ്ട, സാധാരണ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറത്തെ വശവും എടുത്തിട്ട് അതുപോലെ തന്നെ അറ്റം വരെ ഒന്ന് അടിച്ച് യോജിപ്പിക്കുന്നുണ്ട്. കണ്ടോ, ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ചെയ്യണ കാര്യം നമ്മളൊന്ന് വൃത്തിക്ക് ചെയ്താലുണ്ടല്ലോ നല്ല ഭംഗിയിൽ കിട്ടും. കണ്ടോ, ഇപ്പോൾ രണ്ട് സൈഡും നമ്മൾ അടിച്ച് യോജിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമുക്ക് അതിൻ്റെ ടക്ക് പോർഷനൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്കതൊക്കെ അറിയാൻ പറ്റും. കണ്ട, നല്ല ഭംഗിയിൽ അങ്ങ് ഇരിക്കുന്നുണ്ട്. സ്റ്റിഫ് വെച്ച കാരണം ഞാനിപ്പോൾ തയ്ച്ചിട്ട് പോലുമില്ല, എന്നിട്ട് അതവിടെ പതിഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ്, സ്റ്റിഫൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്കത് വൃത്തിയായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്. കണ്ടോ, അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ താഴെ വശം ഉണ്ടല്ലോ, അടിഭാഗം നമ്മളൊന്ന് മറിച്ചൊന്ന് അടിക്കുകയാണ് കേട്ടോ. നമ്മളിതിലൊന്നും തുണി മറിച്ചും ഒന്നും എടുത്തിട്ടില്ല, കാരണം മേൽഭാഗം കഴുത്തിൻ്റെ ഭാഗം നമ്മൾ ക്രോസ് പീസാണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ ഭാഗം അടിക്കാനായിട്ട് ഞാൻ 1 ഇഞ്ച് വീതിയിൽ തുണിയൊക്കെ 1.5 ഇഞ്ച് വീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഈ ഒരു തുണി എടുത്തിട്ട്, ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും കേട്ടോ. ഞാനതിൻ്റെ അരികൊന്ന് മടക്കി അടിച്ചിട്ട് ഇതിലേക്ക് അടിച്ചു കൊടുക്കണം. കണ്ടോ, അതിൻ്റെ അരികം ഒന്ന് ചെറുതായിട്ട് മടക്കി അടിക്കണം കേട്ടോ. അറ്റം വരെ അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഇതൊരു ചെറിയൊരു പടി പോലെ നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടല്ലോ കുറച്ച് കട്ടിയായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അതവിടെ കറക്റ്റായിട്ട് ഇരുന്നോളും. ബ്ലൗസ് ഇങ്ങനെ പൊങ്ങിയൊന്നും പോരത്തില്ല, കറക്റ്റായിട്ട് തന്നെ അവിടെ ഇരുന്നോളും. നമുക്ക് ആ നോർമൽ ബ്ലൗസ് തയ്ക്കുമ്പോഴുള്ള കട്ടിങ് പീസ് വെക്കൂലേ, അതുപോലെ തന്നെ കണ്ടോ. അത് അതിലേക്ക് നല്ല വശം ചേർത്ത് അടിച്ചു കൊടുത്തിട്ട് മറിച്ച് പിടിച്ച് നമ്മൾ ഇനി അടിപ്പ് വരുന്നത് ലൈനിങ് പീസിലാണേ നല്ല തുണിയിലൊന്നും വരരുത് കേട്ടോ. നല്ല തുണിയിൽ ഒരു അടിപ്പും വരരുത്. പിന്നെ നമ്മൾ കഴുത്ത് ഹെമ്മിങ്ങുമാണ് ചെയ്യുന്നത്, അപ്പോൾ ഒരടിപ്പ് പോലും പുറത്ത് വരില്ല. അപ്പോൾ ഫ്രണ്ട് പീസ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അതിൻ്റെ സ്ലീവ് ഭാഗമാണ് എടുത്തത്. അപ്പോൾ സ്ലീവ് ഭാഗം ഞാൻ കട്ട് ചെയ്തപ്പോഴുണ്ടല്ലോ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാനതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടിയിട്ട് നമ്മളതിൻ്റെ നല്ല തുണിയിലേക്ക് എടുത്ത് വെക്കുവാണ്. അപ്പം നല്ല തുണി ആദ്യം ഒന്ന് നിവർത്തി ഇങ്ങനെ വെക്കണം. എല്ലാവരും കണ്ടു കേട്ടോ. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ചിലപ്പോൾ ഫ്രണ്ട് ഒരു സൈഡ് കറക്റ്റായിട്ട് ഒരു അപ്പുറത്തെ സൈഡും നമ്മൾ തലതിരിഞ്ഞൊക്കെ വെക്കും. അപ്പോൾ കുഴിവ് ഭാഗം പുറകിലൊക്കെ ആയിപ്പോവും. അപ്പോൾ ഇതൊന്ന് തുടക്കക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തേക്കണേ. കുഴിവെള്ള വശം രണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ ഒരേ ലെവലിലേക്ക് തന്നെ ഇട്ട് നമ്മൾ വെച്ചൊക്കെ നോക്കണം. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് അത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൈയിൻ്റെ വശം ഉണ്ടല്ലോ 1/2 ഇഞ്ച് വീതിയിൽ മറിച്ചടിക്കുവാണ്ട് താഴത്ത്. അപ്പം നമുക്ക് ഹെമ്മിങ് ചെയ്യണ്ടല്ലോ, ഹെമ്മിങ് ചെയ്യാതെ അത് കിട്ടും, നല്ല ഭംഗിയിലിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ്. അപ്പം നമ്മളതൊന്ന് മറിച്ചെടുത്തിട്ട് കണ്ടോ അതിൻ്റെ നല്ല വശത്തേക്ക് ആ തുണി വരും. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ മുകളിൽ നിന്ന് താഴെ വരെ അങ്ങ് അടിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് തുണി മറിച്ചിടുമ്പോൾ അകത്തേക്ക് ലൈനിങ് തുണി പോകുമല്ലോ, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ആ ഭാഗം കണ്ടോ നമ്മളൊന്ന് 1/2 ഇഞ്ച് വീതിയിലൊന്ന് അടിച്ചെടുക്കുവാണ്. അപ്പോൾ ഇപ്പുറത്തെ കൈയും അതുപോലെ തന്നെ നമ്മൾ ആ നല്ല വശത്തേക്ക് ആ ലൈനിങ് തുണി വെച്ച് കൊടുത്തിട്ട് കണ്ടോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ച് വീതിയിൽ തന്നെ ഇതും ഒന്ന് അടിച്ചെടുക്കുവാണേ. ഇത് ഞാനിങ്ങനെ പതിയെ തന്നെ കാണിക്കുന്നത് എന്താണെന്നോ, ഞാനിങ്ങനെ പെട്ടെന്നൊക്കെ കാണിച്ചു പോകുമ്പോഴേ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എന്നോട് സംശയങ്ങൾ ഒത്തിരി ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ പതിച്ചടിക്കുന്നത് ലൈനിങ് തുണിയിലാണ് കേട്ടോ. നല്ല തുണിയിൽ അടിപ്പൊന്നും വരരുത്, ലൈനിങ് തുണിയിലാണ്. കണ്ടോ. ഇനി നമ്മൾ
പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഒരടിപ്പ് മാത്രം ചിലവരടിക്കും. അപ്പോൾ അതേ ലൈനിങ് ഇങ്ങനെ തൂങ്ങി ഇറങ്ങും. ഒരു കഴുകൊക്കെ കഴുകുമ്പോഴേക്കും, ഒരു വാഷൊക്കെ കഴിയുമ്പോഴേ അതിങ്ങനെ തൂങ്ങി ഇറങ്ങും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ അവിടെ അതേ കണ്ട അതിൻ്റെ മുകളിലായിട്ട് ഒരു പാട് കണ്ടില്ല തുണിയുടെ, അതിൽ വെച്ചിട്ട് ആ തുണി ഇങ്ങനെ നിവർത്തി എടുത്തിട്ട് ആ പാടിൽ വെച്ചിട്ട് നമ്മൾ ആ തുണിയുടെ അറ്റം വരത്തക്ക ഇതിൽ നമ്മൾ ഒരടിപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോണ്ടല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് തുണി താഴ്പോട്ട് നമ്മൾ പോരില്ല. വാഷ് ചെയ്ത് കഴിഞ്ഞാലും അതവിടെ ഇരുന്നോളും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റിനും വശങ്ങളൊന്ന് അടിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഒന്ന് അയൺ ചെയ്യേണ്ടതായിരുന്നു, ഇപ്പം ഞാൻ ചെയ്തില്ല. പെട്ടെന്ന് അങ്ങ് തീർക്കാൻ വേണ്ടി ഞാനൊന്ന് എഴുന്നേറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ്. അതിൻ്റെ ചുറ്റിനും വശം ഞാനൊന്ന് അടിച്ച് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ ലൈനിങ് ആണല്ലോ കറക്റ്റ് വെട്ടിയിരിക്കുന്നത്, ബാക്കിയുള്ള വശങ്ങളൊക്കെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ലൈനിങ് ആണ് നമ്മൾ കറക്റ്റായിട്ട് അളവെടുത്ത് ചെയ്തത്. അപ്പോൾ ദേ കൈ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ കണ്ടോ. അപ്പം നമ്മൾക്ക് ആ കുഴിച്ച് വെട്ടിയ ഭാഗമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നത് അതൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ കൈയും കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പീസാണ് ചെയ്യാനുള്ളത്. ഞാൻ ഇത്രയും പതുക്കെയൊക്കെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ. ചിലവർ കണ്ടിട്ട് എന്നോട് അയ്യോ അത് കണ്ടില്ല ഇത് കണ്ടില്ലെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. എന്നിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സെൻട്രൽ ബാക്ക് നമ്മൾ തുണി തികയാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമില്ല, കാരണം നമുക്ക് ബാക്ക് ഓപ്പൺ ആണെന്ന്. അപ്പോൾ ബാക്ക് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ലൈനിങ് പീസും അതുപോലെ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ലൈനിങ് അതുപോലെ തന്നെ നമ്മളൊന്ന് ചുറ്റിനും വശങ്ങളൊക്കെ ഒന്ന് അടിച്ച് പതിപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മളതിൻ്റെ ചുറ്റിനും വശങ്ങളും നമ്മൾ അടിച്ചൊന്ന് പതിപ്പിച്ചെടുക്കണേ. എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ബ്ലൗസ് തന്നെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് എന്ത് തെറ്റോ എന്നാലും അടുത്ത ബ്ലൗസിൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നുള്ളൂ. എത്ര രൂപ കൊടുക്കണം, നമ്മൾ പുറത്ത് ഇതൊക്കെ കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പ്രിൻസസ് കട്ടൊക്കെ തയ്ക്കുന്നതിന് എനിക്ക് തോന്നുന്നു ഇവിടെ എറണാകുളത്ത് നല്ല പൈസയാവും. 10-600 രൂപയൊക്കെ കൊടുക്കണം ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിന്. പലയിടത്തും പല റേറ്റാണ് കേട്ടോ. അപ്പം നമ്മൾ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിലേക്ക് പതിപ്പിച്ച് അടിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആ പീസ് കൊടുത്തിട്ടേ 2 പീസ് വരുമല്ലോ നമ്മൾ ബാക്ക് ഓപ്പൺ ആവുമ്പോൾ. അപ്പോൾ ഫ്രണ്ട് ഇപ്പോൾ ഒരു പീസേ ഉള്ളൂ, അപ്പോൾ ബാക്ക് 2 പീസായിട്ട് കിട്ടും. അപ്പോൾ അതേ നമ്മളതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പടി പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ ഹുക്സാണ് വെക്കുന്നത്. പ്രിൻസസ് കട്ടിൽ തന്നെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ ആ സെൻട്രൽ ഫ്രണ്ട് മുറിച്ച് കൊടുക്കണം, ബാക്ക് മുറിക്കത്തില്ല. ഇതിപ്പോൾ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ബാക്ക് കട്ട് ചെയ്തു. അപ്പോൾ പടി പീസിന് വേണ്ടി നമ്മൾ പടി നമ്മൾ സാധാരണ ഫ്രണ്ട് വെക്കൂലേ അതുപോലെ തന്നെ 1 ഇഞ്ച് വീതിയിലുള്ളതും 2 ഇഞ്ച് വീതിയിലുള്ള തുണി അകത്തുനിന്ന് പുറത്തേക്കും ഐ പീസിനുമൊക്കെ നമ്മൾ സാധാരണ നോർമൽ ബ്ലൗസിൽ നമ്മൾ വെക്കില്ലേ, സോറി, അതുപോലെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. പ്രിൻസസ് കട്ട് ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ബാക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്, സൈഡ് സിബ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്രണ്ടും ബാക്കും ഒന്നും ഓപ്പൺ ആവില്ല, പകരം സൈഡ് ഒരു വശം ഓപ്പൺ ആക്കി കൊടുക്കും. എന്നിട്ട് നമ്മളവിടെ സിബ് വെച്ച് കൊടുക്കും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ അത്. അതായത് ഒരു ടീനേജ് പിള്ളേർക്കൊക്കെ അതാണ് ഇഷ്ടം. ഫ്രണ്ടും ബാക്കും എങ്ങും ഒന്നും കാണരുതല്ലോ, ഓപ്പൺ ആയിട്ട്. ചിലവർക്ക് ഹുക്സ്, അപ്പോൾ സൈഡ് സിബ് ആകുമ്പോൾ പെട്ടെന്ന് ഇടാം. അപ്പോൾ അതിന് സൈഡ് സിബൊക്കെ ചെയ്യുന്നവരും ഉണ്ട്. അതൊക്കെ തയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം വിചാരിക്കും അയ്യോ സിബ് എങ്ങനെ വെക്കാനോ അവിടെ കൊണ്ടുവന്നൊക്കെ, പക്ഷേ വളരെ എളുപ്പമാണ്. അപ്പം നമ്മൾ നോർമൽ ബ്ലൗസിലെ പോലെ തന്നെ പടിപ്പീസൊക്കെ നമ്മൾ അടിച്ച് മറിച്ച് പതിച്ചൊക്കെ അടിച്ച് കൊടുക്കുവാണ്. ഇപ്പം ഏതെങ്കിലും ഭാഗം മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അതൊന്ന് ചോദിച്ചാൽ ഞാൻ ആ ഭാഗം മാത്രമായിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഐ വെക്കൂലേ നമ്മൾ ഹുക്സിനുള്ള, അതിനുള്ളതാണ്. അപ്പോൾ ഇത് കഴുത്തിൻ്റെ അവിടെയും താഴത്ത് ഞാൻ കറക്റ്റ് ലെവലിൽ അടിക്കും. കാരണം മേളിൽ ക്രോസ് പീസ് വെച്ച് നമ്മളവിടെ അടിച്ച് ലെവൽ ചെയ്യും. താഴെ നമ്മൾ ഫ്രണ്ട് പീസിൽ ഒരു പടി പീസ് വെച്ച് മറിച്ചടിച്ചില്ലേ, അതുപോലെ ബാക്കിലും ഒരു പടി പീസ് വെച്ച് മറിച്ചടിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതെ ഞാനതൊക്കെ കറക്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്.
ഹുക്സ് പടിയുടെ ആ പടി നമ്മൾ അകത്തേക്ക് വെച്ച് അടിച്ചെടുത്തു. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴേ നമ്മൾ കറക്റ്റ് ലെവലായിട്ട് തന്നെ കിട്ടണം കേട്ടോ. അതായത് നെക്കിൻ്റെ അവിടെ താഴത്തും അറ്റം വരെ നമുക്ക് ഒരേ ലെവലിൽ കിട്ടണം, മേളിലും താഴെയൊന്നും ആയി പോകരുത്. ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫ്രണ്ടിൽ ഒരു പടി പീസ് വെച്ചില്ലേ, അതുപോലെ തന്നെ ബാക്കിലേക്ക് നമ്മൾ ലൈനിങ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു വശം മടക്കി എടുത്തിട്ട്, ഇതിപ്പോൾ രണ്ട് പീസാണ്, രണ്ട് വശങ്ങളിലേക്ക് വെച്ച് കൊടുക്കാനുള്ളതാണല്ലോ, അതും അതിലേക്ക് പടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ അകത്തേക്ക് മടക്കി എടുക്കുകയാണ് കേട്ടോ. ഇതൊന്നും അടിച്ച് വെക്കില്ല കേട്ടോ, നമ്മൾ അകത്തേക്കൊക്കെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ നീണ്ടു നിൽക്കും, അത് അകത്തേക്ക് മടക്കി എടുക്കണം. കാരണം നമ്മളിതിൻ്റെ പടി ഹുക്സ് വായ്പടിയൊക്കെ അടിച്ച് കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി അവിടെ ഒന്നും അടിക്കാനില്ല. അപ്പോൾ കട്ട് ചെയ്തെടുക്കരുത് ആ വശം, ആ അറ്റം നിൽക്കണം. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴേ അത് ഒപ്പം ലെവൽ ചെയ്തൊക്കെ വന്നോട്ടെ, അല്ലെങ്കിൽ കഴുത്തിൻ്റെ അവിടെയൊക്കെ കയറി ഇറങ്ങി പോകും. ബാക്ക് ഓപ്പൺ ആണ്, എല്ലാവരും ശ്രദ്ധിക്കണം. സാരി കവർ ചെയ്യുന്ന ഭാഗമല്ല, ബാക്കിൽ നല്ല വൃത്തിയായിട്ട് വരണം. കാരണം ഇത് ബാക്കിൽ എല്ലാവരും കാണുന്ന വശമാണ്. അപ്പോൾ അതൊക്കെ ലെവൽ ചെയ്ത് കറക്റ്റായിട്ടൊക്കെ പിടിക്കണം. അപ്പോൾ നമ്മൾ ഇത് താഴെ വശം എടുക്കുന്ന തയ്യൽ തുമ്പൊക്കെ ഒരേ ലെവലിൽ എടുത്താലേ അതങ്ങൾ ഒരുപോലെ വരുള്ളൂ. ഇപ്പം നീണ്ടിരിക്കുന്ന ആ വശം ഉണ്ടല്ലോ, അത് നേരെ അകത്തോട്ട് മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ആ തുണി അകത്തേക്ക് വെച്ച് ഹെമ്മിങ് ചെയ്ത് കൊടുക്കുമ്പോൾ അടിക്കരുത് കേട്ടോ. അടിച്ചാൽ അടിപ്പ് പുറത്ത് വരുമ്പോൾ ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, ചിലവർ ഇപ്പോഴും വരുന്ന ഫ്രണ്ട് നെക്കൊക്കെ ഉണ്ടല്ലോ പതിച്ചിട്ട് ആ പുറത്തൊക്കെ അങ്ങ് അടിച്ച് വയ്ക്കും. എന്ത് വൃത്തികേടായിരിക്കും അല്ലേ ആ അടിപ്പ് കാണുമ്പോൾ. നമ്മൾ അടിപ്പൊന്നും അകത്ത് കാണരുതെന്നേ, കാണാത്ത രീതിയിൽ അടിക്കണം. ഓക്കെ, ഇപ്പം നമ്മളത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇപ്പം നമ്മൾ ആ ഹുക്സിൻ്റെ അവിടെയൊക്കെ ഉണ്ടല്ലോ കറക്റ്റ് ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും എടുത്തിട്ട് ഷോൾഡർ അങ്ങ് ജോയിൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇനി കയ്യും അറ്റാച്ച് ചെയ്താൽ ബ്ലൗസിൻ്റെ പണി കഴിയും. കണ്ടോ, ഷോൾഡർ നമ്മളൊരു 4 ഇഞ്ച് വീതിയിൽ രണ്ട് ഷോൾഡറും നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഡബിൾ സ്റ്റിച്ച് ഇടണം കേട്ടോ. ഞാനിപ്പോൾ ചിലതൊക്കെ ഒരു സ്റ്റിച്ച് ഇടുന്നതേ കാണിച്ചിട്ടുള്ളൂ, പക്ഷെ ഞാൻ ഡബിൾ സ്റ്റിച്ച് ഇടുന്നുണ്ട്. വീഡിയോ ലെങ്ത്ത് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് ഇട്ട് പോവുക, മറന്നു പോകരുത്. ഇങ്ങനെ അടിക്കുന്ന വശങ്ങളൊക്കെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഷോൾഡറും ഇത് യോജിപ്പിച്ചിട്ട് ഇനി കൈ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് കുഴിഞ്ഞ വശം വരത്തക്ക രീതിയിൽ നമ്മളൊന്ന് എടുത്തൊക്കെ നോക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ അതിലോട്ട്, അല്ലാണ്ട് ഫ്രണ്ടും ബാക്കും ഒന്നും തിരിഞ്ഞു പോകരുത്. അപ്പം നമ്മൾ കൈ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ കൈയും നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കഴുത്ത് ഭാഗം മാത്രം അടിക്കാനുള്ളത്, ക്രോസ് പീസ് വെച്ച് നമുക്ക് മടക്കി ലെവൽ ചെയ്ത് എടുക്കാം. കണ്ടോ, കൈ നമ്മൾ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ സ്ലീവും നമ്മളൊന്ന് അടിച്ചെടുക്കുക. സെൻട്രൽ പോർഷൻ വെച്ചിട്ട് അതങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് താഴെ അറ്റം വരെ ഒന്ന് നമ്മൾ യോജിപ്പിച്ച് കൊടുത്താൽ മതിയേ. ഇതൊക്കെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് പോണേ, ഞാൻ കാണിക്കാത്തതാണ്, ഞാൻ ഇടുന്നുണ്ട്. അപ്പം നിങ്ങളും ഡബിൾ സ്റ്റിച്ച് ഇട്ട് പോവുക. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് നമ്മൾ മാർക്ക് ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് താഴെ ഭാഗം 7.25 ഒരു പോർഷൻ വരേണ്ടത്, മേളിൽ 10, അതായത് 40ൻ്റെ 4 ഭാഗം മേളിൽ 10, താഴെ 35 ഷേപ്പ് അളവ്, അതിൻ്റെ ഒരു പോർഷൻ 7.25. അതെടുത്തിട്ട് നമ്മളൊന്ന് മേളിൽ നിന്ന് താഴെ വരെ ഒന്ന് വരച്ചു കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഒന്ന് കൈൻ്റെ അവിടെയൊക്കെ അളവുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു അളവെടുത്ത്, നമ്മളത് ബാക്ക് വെച്ചിട്ടാണല്ലോ ഇത് കട്ട് ചെയ്ത് എടുത്തത്. അപ്പോൾ ആ അളവ് ഇപ്പം ഇങ്ങനെ ഒന്ന് അവസാനം ചെയ്തൊന്ന് നമ്മൾ നോക്കിയാൽ മതി. മേളിൽ ഒരു 10 ഒരു സൈഡും, അതായത് മേളിൽ വരേണ്ടത് 20ഉം ബാക്കിൽ 7.25 അതിൻ്റെ 15 അളവും വരണം. എന്നിട്ട് നമ്മൾ അറ്റം തൊട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ എല്ലാ അളവും ഞാനൊന്ന് കറക്റ്റായിട്ട് നോക്കുവാണ്. അപ്പം ഞാൻ കട്ട് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ബാക്ക് പീസിലും 4 ഇഞ്ച് നമ്മൾ പടി പീസ് എടുക്കുമ്പോൾ പോകും, അത് ഞാൻ കൂട്ടി കട്ട് ചെയ്തില്ലായിരുന്നു. അവസാനം നമുക്ക് അടിച്ച് കഴിയുമ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് എടുത്താൽ മതി. കുറച്ച് ഫ്രണ്ടും ബാക്ക് നീങ്ങി വരും, 4 ഇഞ്ച് വ്യത്യാസം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും.
അപ്പോൾ എല്ലാ വശവും ഞാൻ ആ മാർക്ക് ചെയ്തതൊന്ന് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുവാണേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ അവസാന അളവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളതൊന്ന് ബോഡി പീസ് ഒന്ന് സൈഡൊന്ന് കൂട്ടിയെടുക്കാൻ കേട്ടോ. പിന്നെ അഴിക്കേണ്ടി വരരുതല്ലോ അളവ് തെറ്റിയിട്ട്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ 4 ഇഞ്ച് ബാക്ക് പീസ് വ്യത്യാസം വന്നല്ലോ, അപ്പോൾ അത് ഞാനൊന്ന് ലെവൽ ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പം നമ്മൾ ബാക്ക് അളവെടുക്കുമ്പോൾ ആ ഒരു 4 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കണം കേട്ടോ. ബാക്ക് ഓപ്പൺ ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ പടി വെച്ച 4 ഇഞ്ചാണ് അവിടെ വ്യത്യാസം വന്നത്. അപ്പം ഞാൻ സൈഡ് രണ്ടും കൂട്ടി ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. 2 അടിപ്പോ 3 അടിപ്പോ അടിക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ബ്ലൗസ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കഴുത്തടിക്കണം. കഴുത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി അടിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്രോസ് പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രോസ് പീസ് എല്ലാം നമ്മളൊന്ന് ജോയിൻ ചെയ്ത് എടുക്കണം കേട്ടോ. നമ്മൾ നോർമൽ ബ്ലൗസിൽ ചെയ്യൂലേ അതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ച് നമ്മൾ മറിച്ചടിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാ ക്രോസ് പീസും ഒന്ന് ജോയിൻ്റാക്കി എടുത്തിട്ട് നമ്മൾ ബ്ലൗസിലേക്ക് വെച്ചിട്ട് അത് ഒരേ ലെവലിൽ വരണം കേട്ടോ. ഒരു 4 ഇഞ്ച് ആണെങ്കിൽ 4 ഇഞ്ച് അളവിൽ തന്നെ അറ്റം വരെ കഴുത്തടിക്കുമ്പോൾ ശ്രദ്ധിച്ചടിക്കണം. വളവും തിരിവൊന്നും ഉണ്ടാവരുത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് അടിക്കേണ്ട വശമാണ് ഇത്. അപ്പോൾ എല്ലാ അടിപ്പും കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാനിപ്പോൾ ഇത് കഴുത്തടിക്കുന്നത് കാണിച്ചത്. കണ്ടോ, ഇനി നമ്മൾ അകമൊക്കെ ഒന്ന് വെട്ടി നമ്മൾ ആ ഭാഗം അകത്തേക്കൊന്ന് മടക്കി വെച്ചിട്ട് നമുക്ക് അത് ഹെമ്മിങ് ചെയ്ത് കൊടുക്കേണ്ട വശമുണ്ടല്ലോ അവിടെ, ആ രീതിയിലൊന്ന് പതിപ്പിച്ച് ലൈനിങ്ങിലാണ് അടി വരുന്നത്. ശരിക്കും ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെയും ഇടവിലുള്ള ആ ഒരു കുഴിയിലാണ് അടി വരണ്ടേന്ന് പറയും. അപ്പോൾ അടിയെങ്ങും കാണത്തില്ല. ഇനി അഥവാ കണ്ടാൽ ലൈനിങ് പീസിലോട്ട് കയറി വരണം. എന്നിട്ട് അകത്തുള്ള വശമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് അധികം വരുന്ന തുണി ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് നിൽക്കുമല്ലോ. അപ്പോൾ അധികം ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബ്ലൗസ് റെഡി. കണ്ടോ, അപ്പം ഇതുപോലെ സ്റ്റിഫ് വെച്ച് തയ്ച്ചാൽ നല്ല ഭംഗിയിലൊക്കെ കിട്ടും. അപ്പോൾ ആവശ്യമുള്ളവർ വെക്കുക, ആവശ്യമില്ലാത്തവർ വെക്കണ്ട. അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനൊന്ന് നെക്ക് വൃത്തിയായിട്ട് ഹെമ്മിങ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇല്ല, ഹെമ്മിങ് പോർഷൻ വരുന്നത് നെക്കും താഴെ വശം പടിപ്പീസുകളുമാണ്. അത് നമ്മൾ ഹെമ്മിങ് തന്നെ കൊടുക്കണം കേട്ടോ. അപ്പോൾ അടിപ്പൊന്നും പുറത്ത് വരത്തില്ല. ആകെ വരുന്നത് ആ ഹുക്സ് വടിയുടെ അവിടെ ഒരു അടിപ്പ് മാത്രം വരും. അതും പറ്റുമെങ്കിൽ ഹെമ്മിങ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനൊന്ന് അയൺ ചെയ്തെടുത്തു. ഇതിന് ഇടയ്ക്കും ഒന്ന് അയൺ കൊടുക്കേണ്ടതായിരുന്നു, അത് കൊടുത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇതിപ്പോൾ അയൺ ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഡൗട്ടുള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൊക്കെ ഒന്ന് ചോദിച്ചേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കണ്ടോ, വളരെ ഭംഗിയിൽ നമുക്ക് പ്രിൻസസ് കട്ട് ബ്ലൗസ് കിട്ടിയിട്ടുണ്ട്. നല്ല ഷേപ്പായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ആ സ്റ്റിഫൊക്കെ വെച്ച് തയ്ച്ചുകൊണ്ടിട്ട്. കണ്ടോ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാവേ.